ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം സീരീസ് ആയിട്ടുള്ള ഫാർമയ്ക്ക് നല്ല ഉദ്ദേശങ്ങളൊക്കെ തന്നെയാണുള്ളത്. അത് ആ സീരീസിന്റെ പ്രൊമോ മെറ്റീരിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ സീരീസിലേക്ക് വരുമ്പോൾ എഴുത്ത് വളരെ ഫ്ലാറ്റാണ്. ഒരുമാതിരി സംവിധായകൻ ശങ്കറിന് പുള്ളിയുടെ സ്ഥിരം സാമൂഹ്യനീതി നടപ്പാക്കുന്ന പടം ഉണ്ടാക്കാൻ ബഡ്ജറ്റ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയുണ്ടാവും, അതുപോലത്തെ ഒരു ക്രിയേഷനായിട്ട് ഈ സീരീസ് മാറുന്നുണ്ട്. രജിഷ വിജയൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഫൈനൽസ് എന്ന സിനിമ സംവിധാനം ചെയ്യുകയും നെല്ലിക്ക, ജമുന പ്യാരി മുതലായ സിനിമകളുടെ രചന നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള അരുൺ പി ആർ ഒരുക്കിയിട്ടുള്ള ഫാർമ വളരെ പെരിഫറലായിട്ട് കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ത്രില്ലറാണ്. സീരീസുകളുടെ ഒരു സിൻടാക്സ് ക്രാക്ക് ചെയ്യാൻ ഈ സീരീസ് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. KP വിനോദ് എന്ന ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് ഏജന്റിന്റെ കഥയാണ് ഫാർമ. RX ലൈഫ് ഹെൽത്ത് കെയർ എന്ന മരുന്ന് കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് വിനോദ്. തുടക്കത്തിൽ ഡോക്ടർമാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ വിനോദ് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പതിയെ പതിയെ മികവ് തെളിയിച്ച് കമ്പനിയിലെ ഏറ്റവും മികച്ച എംപ്ലോയി ഒക്കെ ആവാൻ അയാൾക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിന് ശേഷം കമ്പനിയിലെ കാര്യങ്ങളുടെ നടത്തിപ്പിൽ, പ്രത്യേകിച്ച് മരുന്നുണ്ടാക്കുന്നതിൽ ഒക്കെ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് വിനോദിന് മനസ്സിലാവുകയാണ്. അതിനുശേഷം അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സീരീസിൽ നമ്മൾ കാണുന്നത്. സത്യമേവ ജയത എന്ന പരിപാടിയിൽ ആമിർ ഖാൻ ജനറിക് മെഡിസിനുകളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഒരുപാട് പേർക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഒരു എക്സ്പോഷർ കൊടുത്ത സംഭവമായിരുന്നു ആ ഒരു പരിപാടി. പിന്നെ ഒരുവിധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് മരുന്ന് കമ്പനികൾ ഡോക്ടർമാരെ വലയിലാക്കാൻ നോക്കുന്നുണ്ട് എന്നത്. ഫാർമയുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള ഇത്തരത്തിലുള്ള അറിവുകളെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തുകൊണ്ട് പ്രേക്ഷകനെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. സാമാന്യ അക്കാഡമിക് നോളജ് ഉള്ള വ്യക്തിയാണ് എന്ന നിലയിലാണ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള KP വിനോദിനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ കഥാപാത്രത്തെ ഹ്യൂമറിന് വേണ്ടി ഒരുമാതിരി വടക്കൻ സെൽഫിയിലെ ഉമേഷിനെ പോലെയാണ് കാണിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ വലയിലാക്കാൻ KP വിനോദ് ഇടിച്ചു കയറി ആളാവാൻ നോക്കുന്ന സീനൊക്കെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കോമഡി ആയിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ സീരീസ് കൈവരിക്കുന്ന ഒരു ഗൗരവ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കോമഡി പരിപാടി ഒട്ടും ചേർന്ന് പോകുന്നില്ല. 2024 തന്നെ പ്രൊഡക്ഷൻ പൂർത്തീകരിച്ച് 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ പ്രീമിയർ നടന്ന സീരീസാണിത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളവർ സീരീസ് എന്ന ഫോർമാറ്റിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത ഫാർമ കണ്ടപ്പോൾ തോന്നി. എപ്പിസോഡുകളുടെ അവസാനം അടുത്ത എപ്പിസോഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എലമെന്റുകൾ പ്ലേസ് ചെയ്യാൻ എഴുത്തിന് സാധിക്കുന്നില്ല. ഒരു ഫീച്ചർ ഫിലിം ആക്കാനുള്ള കഥയെ പൊളിച്ച് സീരീസ് ആക്കി വെച്ചതാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ആവശ്യമില്ലാത്ത സീനുകളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് ആ ഒരു 20 മിനിറ്റിന്റെ മുകളിലേക്കുള്ള ഡ്യൂറേഷനിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നത് പോലെ തോന്നി. സീരീസിന്റെ തുടക്കത്തിൽ സ്റ്റിച്ച് ചെയ്തു വെച്ച ഷോട്ടുകൾ ഉപയോഗിച്ച് ഒരു സിംഗിൾ ഷോട്ടൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഥാഗതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഗിമ്മിക്കുകളായിട്ടാണ് അതൊക്കെ തോന്നിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ KP വിനോദ് എന്ന കഥാപാത്രത്തിന് 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ടോണുകളുണ്ട്. അതിൽ കോമഡി പിടിക്കുന്ന ഭാഗം അരോചകമായിട്ട് തോന്നിയപ്പോൾ സ്വല്പം മുരടനായിട്ടുള്ള പ്രായമായിട്ടുള്ള വേർഷൻ നിവിൻ പോളി നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വൻകിടക്കാർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഡോക്ടർ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് രജിത് കപൂറാണ്. ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം ആ കഥാപാത്രത്തിന് യോജിച്ച വ്യക്തിയാകുന്നുണ്ടെങ്കിലും ഡബ്ബിംഗ് ഒട്ടും തന്നെ തൃപ്തികരമല്ല. എൻ്റെ അഭിപ്രായത്തിൽ 2 പേർക്കാണ് ഈ സീരീസിൽ കഥാപാത്രങ്ങളെ വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. ഒന്ന് ബിനു പപ്പുവും രണ്ടാമത്തേത് ശ്രുതി രാമചന്ദ്രനും. ബിനു പപ്പുവിന് താരതമ്യേന കുറഞ്ഞ സ്ക്രീൻ ടൈമാണ് ഉള്ളതെങ്കിൽ സീരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് ശ്രുതി രാമചന്ദ്രൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രേസും കോൺഫിഡൻസും ഒക്കെ ശ്രുതിയുടെ ഡയലോഗ് ഡെലിവറിയിലും പെർഫോമൻസിലും ഒക്കെ ഉണ്ടായിരുന്നു. അശ്വതി മനോഹരൻ, വീണ നന്ദകുമാർ, സാഫ് ബോയ്, നരേൻ, മുത്തുമണി മുതലായവരൊക്കെയാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. പ്രേക്ഷകരിൽ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള എഫേർട്ട് എടുക്കാത്ത റൈറ്റിംഗ് ഉള്ളൊരു സീരീസാണ് ഫാർമ. കഥയുടെ പോക്ക് അനായാസം നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിനേക്കാൾ കാണുമ്പോൾ അലവസരം ഉണ്ടാക്കുന്നത് നമ്മുടെ ജനറൽ നോളജിനെ സീരീസ് മാനിക്കുന്നില്ല എന്നതാണ്. സിനിമാ കഥയെ പൊളിച്ച് സീരീസ് ആക്കുക എന്ന പരിപാടിക്ക് പകരം സീരീസിന് വേണ്ടി എങ്ങനെ എഴുത്ത് മാറ്റാം എന്നതിൽ ഒരുപക്ഷെ OTT പ്ലാറ്റ്ഫോമുകൾ എഴുത്തുകാർക്ക് എന്തെങ്കിലും ഒരു ഗ്രൂമിംഗ് കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് സിനിമ മുറിച്ച് സീരീസ് ആക്കിയത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ഇൻസൾട്ട് പോലെയാണ് തോന്നുക. ഇത്രയുമായിരുന്നു ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്